ദൈവം താൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൻ്റെ വിശദീകരണം എന്തുകൊണ്ട് നമുക്ക് നൽകിയില്ല? പലപ്പോഴും നമ്മെ അസഹ്യപ്പെടുത്താറുള്ള ഒരു സംശയമാകുന്നു ഇതില്ലേ. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ രേഖ അത്ര വിശ്വസനീയമായി തോന്നുന്നില്ല എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, സൃഷ്ടിപ്പിനെക്കുറിച്ച് ലഭ്യമായിരിക്കുന്ന ലോകത്തിലുള്ളതിലേക്കും ആധികാരികവും വിശ്വസനീയവുമായ രേഖ അത്രേ ബൈബിളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഓരോന്നിനെയും സൃഷ്ടിച്ചത് ഓരോ വാക്യത്തിൽ പറഞ്ഞു നിർത്തി. കാരണമുണ്ട്. ദൈവത്തിൻ്റെ ഉന്നതമായ താല്പര്യം തൻ്റെ സ്വരൂപത്തിൽ താൻ സൃഷ്ടിക്കുവാൻ പോകുന്ന മനുഷ്യൻ മാത്രം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൂടുതൽ വിവരണം നൽകി. അതാണ് ഓരോ സൃഷ്ടിയുടെയും സൃഷ്ടിപ്പിൻ്റെ വിവരണം നൽകിയിരുന്നെങ്കിൽ എന്തുമാത്രം സ്ഥലവും സമയവും അതിന് വേണ്ടിയിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ബൈബിൾ രചിച്ചതിൻ്റെ ഉദ്ദേശവും അതായിരുന്നില്ലല്ലോ. ലോകത്തിലുള്ള സകല സംശയങ്ങൾക്കും ഉത്തരം നൽകുവാൻ എഴുതപ്പെട്ടിട്ടുള്ളതല്ല ബൈബിൾ എന്നോർക്കണം. പിന്നെയോ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ വിവരിക്കുവാൻ എഴുതിയതാണ് വിശുദ്ധ ബൈബിൾ. അതെല്ലാവരും സമ്മതിക്കും എന്നെനിക്കുറപ്പുണ്ട്. അതുകൊണ്ട് വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളിൽ അടിപിടി കൂടാതെ ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കൂ സുഹൃത്തെ. ഞാൻ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുകയല്ല കേട്ടോ. പിന്നെയോ അതാണ് ന്യായം, അതാണ് യുക്തി. ഉദാഹരണത്തിന്, നമുക്ക് ചുറ്റും ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ പോലും മുഴുവനായി ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കാത്തപ്പോൾ എല്ലാം മനസ്സിലാക്കണം എന്ന കടുംപിടുത്തം ദോഷമല്ലേ ചെയ്യൂ? സർവശക്തനായ ദൈവത്തിൽ സമർപ്പിച്ചിട്ടുള്ള ജീവിതങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ടുള്ളത്. അവർക്ക് ഇത് വിശ്വസിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ ഇടയില്ല. ഇന്നത്തെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത് എങ്ങനെ നമ്മോട് സംസാരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരുമിച്ച് പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ അധ്യായത്തിൽ നിന്നും 6 ദിവസത്തെ സൃഷ്ടിപ്പിന്റെ കാര്യമാണ് നാം ഇതുവരെ കണ്ടത്. മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചുവെന്നും ഭൂമിയെ വാഴുവാൻ ദൈവം അവനെ ആക്കിയെന്നും നാം മനസ്സിലാക്കി. മനുഷ്യൻ ദൈവസൃഷ്ടിയുടെ മകുടം ആയിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നാം വരുമ്പോൾ അവിടെ കാണുന്നത്, ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. ഈ ജീവിക്ക്, അതായത് മനുഷ്യന് ദൈവം അസാധാരണമായ ചിലതൊക്കെ നൽകി. ഒന്നാമതായി ദൈവം മനുഷ്യനോട് പറയുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ എന്നത്രേ. സ്ത്രീയെ സൃഷ്ടിക്കുമ്പോഴും ദൈവം ഇതുതന്നെ ആവർത്തിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഈ ലൈംഗിക ചോദനം, സെക്സ് എന്ന വിഷയം പരിചയപ്പെടുത്തിയത് ദൈവമാകുന്നു സുഹൃത്തെ. നമ്മുടെ ഇന്നത്തെ തലമുറ ഞങ്ങളാണ് ആദ്യമായി ഈ ലൈംഗികത്വം കണ്ടുപിടിച്ചതെന്ന് വീരവാദം മുഴക്കുന്നത് രസകരമായിരിക്കുന്നു. ലൈംഗിക വൈകൃതം കണ്ടുപിടിച്ചത് തങ്ങളാണ് എന്ന് നമ്മുടെ തലമുറ പറഞ്ഞാൽ അത് മിക്കവാറും ശരി തന്നെയാണ്. യഥാർത്ഥ ലൈംഗികത്വം ഇതാ ആദിയിൽ തന്നെ ദൈവം ഇവിടെ സൂചിപ്പിക്കുന്നു. ദൈവം വെച്ച അതിർവരമ്പുകൾക്കുള്ളിലുള്ള ലൈംഗിക ബന്ധപ്പെടൽ ആണ് ശരി. ഈ മതിൽ ചാടുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ദൈവം ആദിയിൽ നൽകിയത് മനുഷ്യന്റെ നന്മയ്ക്കും മനുഷ്യന്റെ ആസ്വാദനത്തിനും വേണ്ടിയിട്ടാണ്. അത് പാപമല്ല. എന്നാൽ മനുഷ്യവർഗം ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ വികൃതമാക്കി, വഷളത്വമായി. മനുഷ്യവർഗത്തെ ഈ പ്രപഞ്ചത്തിലാക്കുവാൻ വാസ്തവത്തിൽ ദൈവം 4 മാർഗങ്ങൾ ഉപയോഗിച്ചതായി നാം കാണുന്നുണ്ട്. ഒന്ന്, നേരിട്ടുള്ള സൃഷ്ടിപ്പ്.
അതിലൂടെയാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടത്. രണ്ടാമത്തെ മാർഗം നേരിട്ടല്ലാത്ത സൃഷ്ടിപ്പ്. അങ്ങനെയാണല്ലോ ഹൗവ സൃഷ്ടിക്കപ്പെട്ടത്. മൂന്നാമത്തേത് കന്യകയിൽ നിന്നുള്ള ജനനം. അതാണല്ലോ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാൻ ദൈവം ഉപയോഗിച്ച മാർഗം. നാലാമത്തെ മാർഗം സ്വാഭാവിക ഉത്പാദനത്താൽ. അതത്രേ നമുക്കൊക്കെ ഇന്നറിയാവുന്ന ജനനം. ദൈവം ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു നിലവാരത്തിലേക്ക് ഈ സ്വാഭാവിക സന്താനോൽപാദനത്തെ നാം വലിച്ചിഴച്ചു എന്നതുറപ്പാണ്. സന്താനോൽപാദനത്തിനും കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇത് അത്ഭുതകരവും മഹത്വപരവുമായ ഒരു സത്യമാണ്. അല്ലാതെ ഇന്ന് മനുഷ്യൻ ചെയ്യുന്നത് പോലെ വൃത്തികെട്ടതും വഷളായതും അശ്ലീലവും ഹീനവുമായ ഒരു പ്രവൃത്തിയാക്കി തീർക്കുകയല്ല വേണ്ടത്. ഇന്ന് അനേകം വൃത്തികെട്ടതും അശ്ലീലം നിറഞ്ഞതുമായ ലേഖനങ്ങൾ എഴുതിയിട്ട് അതിനെ സാഹിത്യമെന്നും വഷളായതും ഹീനമായതുമായ ചിത്രങ്ങൾ അവതരിപ്പിച്ചിട്ട് അതിനെ കല എന്നും വിളിക്കുകയാണ്. ഇന്റർനെറ്റിന്റെ ലഭ്യതയോടെ ഈ രംഗത്ത് എന്തുമാത്രം വഷളത്വമാകുന്നു വളർന്നിരിക്കുന്നത്. ഈ സെക്സ് ഇൻഡസ്ട്രി തന്നെ ഏറ്റവും അധികം വരുമാനമുള്ള ഒരു വ്യവസായമാണ്. അതിനുവേണ്ടി എന്തുമാത്രം ചൂഷണം ചെയ്യാമോ അത്രമാത്രം മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാന്യമായ പുസ്തകങ്ങൾ വിൽക്കേണ്ട പുസ്തകശാലകളിൽ ഇന്ന് സത്യത്തിൽ എന്താണ് വിൽക്കുന്നത്? മനുഷ്യന് പ്രയോജനപ്രദമാകേണ്ട വെബ്സൈറ്റുകൾ ഒന്ന് തുറന്നാൽ അതിനോട് ചേർന്ന് വരുന്നതെല്ലാം എന്തുമാത്രം മ്ലേച്ഛമായ കാര്യങ്ങളാണ്. പ്രയോജനപ്രദമായി ഉപയോഗിക്കേണ്ട മാധ്യമങ്ങൾ ഇന്ന് വഷളത്വം വർദ്ധിക്കുവാൻ മാത്രമല്ലേ ഉപകരിക്കുന്നുള്ളൂ? സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. എന്നാൽ മനുഷ്യന്റെ ബലഹീനതയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ ആരായിരുന്നാലും അവർ ശിക്ഷ വാങ്ങിക്കിട്ടും. ഇന്ന് ഞാനീ പറയുന്നത് കേൾക്കുന്ന ആരും തന്നെ ഈ ചൂഷണ വലയത്തിൽ പെടരുതെന്ന് മാത്രമല്ല, ഒരു വിധത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അശ്ലീലമടങ്ങിയ വെബ്സൈറ്റുകളായാലും മാസികകളായാലും ചലച്ചിത്രങ്ങളായാലും അതെല്ലാം പാപമാണ്. നീലച്ചിത്രങ്ങൾ കാണുന്നത് ഇന്ന് നമ്മുടെ യുവതലമുറയുടെ ഹരമായി തീർന്നിരിക്കുകയാണല്ലോ. വിരൽത്തുമ്പിൽ അതെത്ര വേണമെങ്കിലും കിട്ടും. ഒരു ന്യായീകരണവും വേണ്ട സുഹൃത്തെ, ഇത് വലിയ പാപമാണ്. ഈ വൃത്തികേടുകൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ ചില നിരൂപകർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് ദൈവിക ദർശനം ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വഷളത്വങ്ങളോട് പോരാടുവാൻ കഴിയൂ. അതുകൊണ്ട് ദൈവവചനം പഠിക്കൂ. ഈ വിധത്തിൽ ലൈംഗികത്വം ദുരുപയോഗപ്പെടുത്തുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. ദൈവം സാരവത്തായ സ്വയംകൃതമായ അസ്തിത്വമാണ്. അനശ്വരമായ ഒരു ആത്മാവിനെ മനുഷ്യന് നൽകുക വഴി ദൈവം മനുഷ്യന് ഒരു യഥാർത്ഥ വ്യക്തിത്വവും നൽകുകയുണ്ടായി. മനുഷ്യന് ഒരു ആത്മബോധമുണ്ട്. തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. അവന് വ്യത്യസ്തമായൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അവൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ എന്ന് ദൈവം പറഞ്ഞു. സന്താനോൽപാദനത്തിലൂടെ ഭൂമി നിറയ്ക്കുവാൻ ദൈവം മനുഷ്യനോട് ആജ്ഞാപിച്ചു. നിറവീൻ എന്ന വാക്കിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം കുറവ് നികത്തുക, സമ്പൂർണമാക്കുക, വിടവടയ്ക്കുക എന്നൊക്കെയാണ്. അതൊരു ചിന്തിപ്പിക്കുന്ന പ്രയോഗം തന്നെയാണ്. മറ്റേതെങ്കിലും ജീവികളാൽ ഈ ഭൂമി നേരത്തെ നിറയപ്പെട്ടിരുന്നു എന്നൊരു ധ്വനി ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അവ മായപ്പെട്ടിരുന്നു, മറയപ്പെട്ടിരുന്നു. ഭൂമിയെ അടക്കുവാൻ കൂടി ദൈവം മനുഷ്യനോട് അരുളി ചെയ്തു. ഇന്നത്തെ പഠനങ്ങളുടെയും ശാസ്ത്രീയ ഗവേഷണങ്ങളുടെയും അടിസ്ഥാനം ഇതത്രേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സദൃശവാക്യങ്ങളിൽ ശലോമോൻ 25-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു:
കാര്യം മറച്ചുവെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ഭൂമിയിൽ വളരെ ആഴത്തിൽ ദൈവം രത്നങ്ങളെ മറച്ചുവെക്കുന്നു. മനുഷ്യൻ കുഴിച്ചു ചെന്ന് കണ്ടുപിടിക്കേണ്ടിടത്ത് ദൈവം നിധികളും സൂക്ഷിക്കുന്നു. അറിവിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ദൈവവചന പഠനത്തിൻ്റെ കാര്യത്തിലും ഇത് വളരെ സത്യമാണ്. പരീക്ഷണശാലയിലേക്ക് പോയി ടെസ്റ്റ് ട്യൂബും മൈക്രോസ്കോപ്പും ഒക്കെ എടുത്ത് നാം പഠിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, മനുഷ്യൻ ഒരു ആറ്റം ബോംബുമായിട്ടാണ് ഈ പരീക്ഷണശാലയിൽ നിന്നും വെളിയിൽ വരുന്നത്. മനുഷ്യരാശിയെ മുഴുവൻ നശിപ്പിക്കുവാനാണ് മനുഷ്യന്റെ ശ്രമം. വാഴുവീൻ എന്നതത്രേ ദൈവം മനുഷ്യന് നൽകുന്ന ആജ്ഞ. ഏദൻ തോട്ടത്തിലെ കാട് പറിച്ച് വൃത്തിയാക്കുന്ന തോട്ടക്കാരനായിരുന്നില്ല ആദാം. ഈ ഭൂമിയെ വാഴുവാനാണ്, ഇതിനെ മാനേജ് ചെയ്യുവാനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അവൻ സകല സൃഷ്ടികളുടെയും കാര്യവിചാരകനാണ്. ഞാൻ ചിന്തിക്കുന്നത്, കാലാവസ്ഥ പോലും നിയന്ത്രിക്കുവാനുള്ള കഴിവ് ആദാമിനുണ്ടായിരുന്നു എന്നത്രേ. അവൻ ഭൂമിയിൽ ഭരണം നടത്തി. ഇതുതന്നെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നാം കാണുന്നത്. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവന് പ്രകൃതിയുടെ മേൽ നിയന്ത്രണമുണ്ടായിരുന്നു. കാറ്റിനോട് അടങ്ങുക എന്ന് പറയുവാൻ അവന് കഴിഞ്ഞിരുന്നു. വന്യമൃഗങ്ങളോട് ചേർന്നവന് ജീവിക്കുവാൻ കഴിഞ്ഞിരുന്നു. മീൻ കിട്ടാതിരുന്ന ആ ശിഷ്യന്മാർക്ക് മീൻ വരുത്തിക്കൊടുക്കുമായിരുന്നു. മേടിച്ചു കൊടുക്കുകയല്ലായിരുന്നു, കടലിൽ അവൻ മീനെ കൂട്ടിവരുത്തി അവർ വലയിട്ടു, അവർക്കത് കിട്ടി. 5 അപ്പവും 2 മീനും കൊണ്ടൊരു വലിയ കൂട്ടത്തെ പോഷിപ്പിക്കുവാൻ അവന് കഴിഞ്ഞു. തൻ്റെ വീഴ്ച വരെ ആദാമിന് അങ്ങനെല്ലാം ചെയ്യുവാനുള്ള കഴിവുണ്ടായിരുന്നു എന്നത്രേ എൻ്റെ അഭിപ്രായം. വീഴ്ചയോടുകൂടി ദൈവം മനുഷ്യന് നൽകിയ ആ അധികാരം അവന് നഷ്ടപ്പെടുത്തിയതാണ്. 29 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ എന്നാണ്. ഈ പ്രസ്താവനയിൽ നിന്നും എനിക്ക് ഊഹിക്കുവാൻ സാധിക്കുന്നത് ആദ്യം മനുഷ്യനൊരു സസ്യഭുക്കായിരുന്നു എന്നത്രേ. ജലപ്രളയത്തിന് ശേഷമായിരിക്കും മനുഷ്യൻ മാംസം ഭക്ഷിക്കുവാൻ ആരംഭിച്ചത്. ഇനിയും 30-31 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് 30-31 ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അതെത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. ഇത് നമ്മെ 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്കാണ് കൊണ്ടെത്തിച്ചത്. ഇതുവരെ ചിന്തിച്ച കാര്യങ്ങൾ ഒന്ന് സംക്ഷേപിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. ഈ 1-ാം അധ്യായത്തിൽ ദൈവം എന്ന് 32 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കുവാൻ ബൈബിൾ ഒരു ശ്രമവും നടത്തുന്നില്ല എന്നത് ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ബൈബിൾ തന്നെ പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. 14-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. ആത്മീയവും മതപരവും വീണ്ടെടുപ്പിന്റെ സത്യവും വെളിപ്പെടുത്തുവാൻ എഴുതപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഈ പറഞ്ഞതൊക്കെ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. അതുകൊണ്ട് ഇതാ ഇവിടെ ദൈവമാണ് ഇതൊക്കെയും സൃഷ്ടിച്ചതെന്ന വസ്തുത നമുക്ക് സ്പഷ്ടമാകുന്നു. ഈ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ഏകത്വം, ശക്തി, വ്യക്തിത്വം എന്നിവയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത് ഇതുതന്നെയാണ്. അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്ന്. എങ്ങനെയാണ് അവ തെളിവായി വെളിപ്പെട്ടു വരുന്നത്? അവന്റെ പ്രവൃത്തികളാൽ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവും ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. ദൈവത്തെ വിശ്വസിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് ഒരു നിർവാഹവുമില്ല സുഹൃത്തെ. അവനെ വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ അത് തെളിവുകൾ ഇല്ലാത്തതിനാലല്ല, മറിച്ച് നിങ്ങൾ അവനെ തള്ളിക്കളയുന്നത് മാത്രമാണ്. ഈ അധ്യായത്തിൽ വേറെ ചില സത്യങ്ങൾ കൂടി ഉള്ളത് നമുക്ക് നോക്കാം. ഈ അധ്യായം ബഹുദൈവ വിശ്വാസത്തെ തള്ളിക്കളയുന്നു. ഒരൊറ്റ ദൈവമാണ് സൃഷ്ടിക്കുന്നത്. രണ്ടാമതായി, പദാർത്ഥത്തിന്റെ നിത്യത ഈ അധ്യായം അംഗീകരിക്കുന്നില്ല. ആദ്യത്തെ വാക്ക് തന്നെ ആദിയിൽ എന്നാണല്ലോ. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു ആദി ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. മൂന്നാമതായി, ഈ അധ്യായം
സർവദേവവാദം അല്ലെങ്കിൽ എല്ലാം ദൈവമാകുന്നു എന്ന വാദം തള്ളിക്കളയുന്നു. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്നുള്ള ആ ചിന്ത. ദൈവം സകലത്തിൻ്റെയും മുൻപിലുണ്ട്, എന്നാൽ അവൻ അവ ഒന്നും കൂടാതെയുള്ളവനുമാകുന്നു. നാലാമതായി, ഉൽപ്പത്തി 1-ാം അധ്യായം വിധിവിശ്വാസത്തെ, ഫാറ്റലിസം, വിധിവിശ്വാസത്തെ തള്ളിക്കളയുന്നു. ദൈവം തൻ്റെ ഇച്ഛാശക്തിയുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒടുവിലായി നമുക്ക് 1-ാം അധ്യായം 1 ഇനം തിരിച്ചു നോക്കാം. 1 ക്രമം, 2 പുരോഗതി, 3 കൃത്യത, 4 പൂർണ്ണത. അങ്ങനെ 1-ാം അധ്യായത്തിൻ്റെ പഠനം ഇവിടെ അവസാനിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 1-ാം അധ്യായം പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് 2-ാം അധ്യായവും. വെളിപ്പാടിൻ്റെ ഒരു വലിയ പ്രമാണം ഈ 2-ാം അധ്യായത്തിൽ നാം ആദ്യമായി കാണുന്നു. എന്നാൽ അതേ പ്രമാണം ദൈവവചനത്തിൽ വീണ്ടും വീണ്ടും കാണുന്നതാണ്. ദൈവപ്രേരിതമായതിൻ്റെ വിരലടയാളങ്ങളിൽ ഒന്നത്രേ ഇത്. ഇത് പുനരാവൃത്തിയുടെ അല്ലെങ്കിൽ പുനർവിചിന്തനത്തിൻ്റെ നിയമമത്രേ. അതൊന്നുകൂടി ഞാൻ വിശദമാക്കാം. ദൈവവചനം നൽകുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ആദ്യം അവൻ ഒരു കൂട്ടം വലിയ വസ്തുതകൾ അഥവാ സത്യങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞു പോയിട്ട് വീണ്ടും തിരികെ വന്ന് ആ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെടുത്ത് വിശദീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു. 1-ാം അധ്യായത്തിൽ നാം കണ്ട 6 ദിവസത്തെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് 2-ാം അധ്യായത്തിൽ ഈ പറഞ്ഞ പ്രമാണമാണ് പ്രാവർത്തികമാക്കുവാൻ പോകുന്നത്. ഇതേ പ്രമാണം ആവർത്തന പുസ്തകത്തിലും നാം കാണുന്നുണ്ട്. മരുഭൂമിയിൽ 40 വർഷം ന്യായപ്രമാണവുമായി കഴിഞ്ഞതിന് ശേഷം അത് വ്യാഖ്യാനിക്കുന്ന ഭാഗമാണല്ലോ ആവർത്തന പുസ്തകം. ആവർത്തനം ന്യായപ്രമാണത്തിൻ്റെ വെറും ആവർത്തനം മാത്രമല്ല, പിന്നെയോ ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാനം കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് 1 അല്ല 4 സുവിശേഷങ്ങളാണ് നൽകിയിരിക്കുന്നത്. വീണ്ടും വീണ്ടും ഈ പ്രമാണം തിരുവചനത്തിൽ അനുവർത്തിച്ചിരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ശബത്ത് ദിവസം 6 ദിവസത്തെ സൃഷ്ടിപ്പിൽ നിന്നും 2-ാം അധ്യായത്തിൽ പ്രത്യേകമായി പ്രതിപാദിച്ചിരിക്കുന്നത് മനുഷ്യനെ സംബന്ധിക്കുന്നതാണ്. 2-ാം അധ്യായം ആരംഭിക്കുന്നത് ശബത്ത് ദിവസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആദ്യത്തെ 3 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ഉൽപ്പത്തി 2-ന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഇങ്ങനെ: ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ശബത്ത് ദിവസത്തിന്റെ പ്രാധാന്യം കൈവിട്ട് കളയരുത് സുഹൃത്തെ. ദൈവം തന്റെ സകല പ്രവൃത്തിയിൽ നിന്നും നിവൃത്തനായി എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ദൈവം ആകെ ക്ഷീണിച്ചു പോയതുകൊണ്ടാണോ? 7-ാം ദിവസം വിശ്രമിച്ചെന്നാണോ അർത്ഥമാക്കുന്നത്? ഒരു ഭയങ്കര ആഴ്ചയായിപ്പോയി എന്ന് ദൈവം പറഞ്ഞു കാണുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമല്ലേ. കഴിഞ്ഞ ആഴ്ച 48 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്തു. ഓരോ ദിവസവും 10-15 മണിക്കൂറാണ് പണിയെടുത്തത്. അതുകൊണ്ട് 7-ാം ദിവസം അല്പമൊന്ന് കിടന്നുറങ്ങാം എന്ന് ദൈവം പറഞ്ഞു കാണുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അപ്രകാരം നിങ്ങൾ അതിനെ കാണുകയാണെങ്കിൽ അത് ശുദ്ധ അബദ്ധമാണ്, മണ്ടത്തരം. ദൈവം തൻ്റെ ജോലിയിൽ നിന്ന് നിവൃത്തനായി തൻ്റെ 6 ദിവസത്തെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ആ ചെയ്ത കാര്യങ്ങൾ നോക്കി അത് ഏറ്റവും നല്ലതെന്ന് കണ്ടു. കൂടുതലായി ഒന്നും ചെയ്യുവാനില്ലാത്ത അവസ്ഥ, അതാണ് ഇവിടെ പറയുന്നത്. ഓരോ ദിവസവും ഞാൻ എൻ്റെ പകലത്തെ ജോലി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഓഫീസ് വിടുമ്പോൾ തീർക്കേണ്ടതായി വളരെയധികം ജോലി പിന്നെയും അവിടെ കാണും. ചെയ്യാത്ത 100 കൂട്ടം കാര്യങ്ങൾ. അത് മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഏതായാലും തീർത്തു എന്ന് ഒരൊറ്റ ദിവസം പോലും ഒന്ന് പറയുവാൻ എന്നെക്കൊണ്ടാവില്ല. ഒന്ന് തീർത്തു എന്ന് പറയുമ്പോൾ വേറെ 5 എണ്ണം തീരുവാൻ എൻ്റെ മനസ്സിൽ വരും. എന്നാൽ ദൈവം ചെയ്തു തീർത്തു. 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം അവൻ വിശ്രമിച്ചു. കാരണം അവൻ്റെ ജോലി പൂർത്തിയായിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഇവിടെയുള്ള അതിമഹത്തായ ആത്മീയ സത്യങ്ങളിൽ ഒന്നത്രേ ഇത്. എബ്രായ ലേഖനം നമ്മോട് പറയുന്നത്, വിശ്വാസികൾ എന്ന അവസ്ഥയിൽ നാം വിശ്രമത്തിൽ പ്രവേശിക്കപ്പെട്ടു എന്ന്. അതായത് നാം അവൻ്റെ ശബത്തിൽ പ്രവേശിച്ചു, നാം അവൻ്റെ പൂർണ്ണ വീണ്ടെടുപ്പിൽ പ്രവേശിച്ചു. 1900
വർഷങ്ങൾക്ക് മുൻപ് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഒരു വീണ്ടെടുപ്പ് അവൻ നമുക്ക് നൽകുന്നു. അതുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എൻ്റെ ആത്മരക്ഷയ്ക്കായി ഞാനൊരു ചെറുവിരൽ പോലും അനക്കേണ്ടതില്ല. എനിക്ക് വേണ്ടി ക്രിസ്തു എല്ലാം ചെയ്തു. എൻ്റെ പരിശ്രമങ്ങൾ രക്ഷയ്ക്കായി എന്നെ ഒരു വിധത്തിലും സഹായിക്കില്ല. പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിലേക്ക്, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക മാത്രമേ താങ്കൾക്കും എനിക്കും ചെയ്യുവാൻ കഴിയൂ. സുഹൃത്തേ, നാം ജീവിക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചം വാസ്തവത്തിൽ കോടിക്കണക്കിന് വർഷങ്ങളായി ഇവിടെയുണ്ട്. എന്നാൽ ഭൂമിക്കും സൃഷ്ടിയുടെ ഒരു വലിയ പങ്കിനും എന്തോ സംഭവിച്ചു. അതിൻ്റെ ഫലമായി ദൈവം പ്രവർത്തിച്ചു. വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ച് അതിനെ പുതിയ ഒന്നാക്കി തീർത്തു. കുഴഞ്ഞു മറിഞ്ഞു കിടന്നിരുന്നതിൽ നിന്നും അപസ്വരങ്ങളില്ലാത്ത അടുക്കും ചിട്ടയുമുള്ള ഒരു ഭൂമി ദൈവം ഉണ്ടാക്കി. അത് 1-ാം അധ്യായത്തിൽ നാം കണ്ടുകഴിഞ്ഞു. ആ പുനർനിർമ്മാണത്തിന്റെ ആദ്യത്തെ 5 ദിവസത്തെക്കുറിച്ചാണ് ചുരുക്കമായി ഇനിയും 4 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നതുമില്ല. ഉൽപ്പത്തി എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് വംശം അല്ലെങ്കിൽ കുടുംബം എന്നാണ് അർത്ഥം. ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകം മാത്രമല്ല, കുടുംബങ്ങളുടെ പുസ്തകം കൂടിയാകുന്നു എന്ന് മുഖവരിയിൽ നാം കാണുകയുണ്ടായി. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിലെ ആകാശത്തിലെയും ഭൂമിയിലെയും കുടുംബ വിവരം ഇതത്രേ. 5-6 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. നിലത്തു വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. മനുഷ്യൻ ഭൂമിയുടെ മുഖത്ത് ഉണ്ടാകുന്നതിനു മുൻപ് ഈ പറഞ്ഞതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 1-ാം അധ്യായത്തിൽ ദൈവത്തിനുണ്ടായിരുന്ന ഉദ്ദേശം കണ്ടുപിടിക്കാൻ ആരംഭിക്കാം. 1-ാം അധ്യായത്തിൽ ദൈവം താൻ ഉണ്ടാക്കുവാൻ പോകുന്ന മനുഷ്യനു വേണ്ടി ഒരു ഭവനം ഒരുക്കുകയായിരുന്നു. ഇനിയും ദൈവം ഈ മനുഷ്യനെ അവനു വേണ്ടി താൻ ഒരുക്കിയ ആ സ്ഥലത്തേക്ക് നീക്കുവാൻ പോകുകയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അവന് ആവശ്യമുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചു എന്നത് എത്ര ആശ്ചര്യജനകമായിരിക്കുന്നു, എത്ര സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. ഇന്നും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതലാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത എന്തെന്നാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല വിവരണവും നൽകിയല്ല നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. ഏതൊരു ഉദ്ദേശത്തോടെ ദൈവവചനം എഴുതപ്പെട്ടുവോ ആ ഉദ്ദേശത്തിനായി വേണ്ട കാര്യങ്ങളാണ് പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതൊരു ശാസ്ത്ര പുസ്തകമല്ല. ബൈബിളിൽ വളരെയധികം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ ഇതൊരു ചരിത്ര പുസ്തകമല്ല. ഇതൊരു കാവ്യസമാഹാരവുമല്ല. നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവമൊരുക്കിയ പദ്ധതിയുടെ വിശദീകരണമാണ് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നത്. ദൈവവചനം നമ്മുടെ ആത്മീയാഹാരമാണ്. നമുക്കത് ഭക്ഷിക്കാം, ആത്മീയമായി വളരാം. ഇന്നത്തെ പഠനം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളുടെ പല സംശയങ്ങൾക്കും മറുപടി ലഭിക്കുന്ന, ഉത്തരം ലഭിക്കുന്നതായിട്ടുള്ള ഒരു പഠനമായിരുന്നല്ലോ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ നല്ല ദാനങ്ങൾക്കായും സ്തോത്രം. ജീവിക്കുവാനായിട്ടുള്ള സാഹചര്യം, നല്ല ഒരു ഭൂമി, ഈ ഭൂമിയിൽ എല്ലാ സൗകര്യങ്ങളും, ഇതെല്ലാം നിൻ്റെ ദാനമാണല്ലോ. മനുഷ്യനെ നിൻ്റെ സ്വരൂപത്തിൽ, നിൻ്റെ സാദൃശ്യത്തിൽ അവിടുന്ന് സൃഷ്ടിച്ചു. അവിടുന്ന് സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ നിലനിർത്തി. ഇതെല്ലാം അവിടുത്തെ കരുണയാണ്. അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വലിയ അറിവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എപ്പോഴും ഉണ്ടായിരിക്കാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവഹിതത്തിൽ നിലനിൽപ്പാൻ ഓരോരുത്തരെ നീ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു. അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ഇന്നത്തെ പ്രോഗ്രാമിൽ സംബന്ധിച്ചതിന് നന്ദി. അടുത്ത പ്രോഗ്രാമിൽ കാണുന്നവരെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.